അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ദുറൂസ് ബുക്കിലെ 3ാം പാഠം റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1ാം പാഠം 2ാം പാഠം എന്നിവയൊക്കെ നമ്മൾ റിവൈസ് ചെയ്തു. ഇനി നമുക്ക് 3ാം പാഠം റിവൈസ് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 3 അൽ ഇത്തിബാ. അള്ളാഹുവിൻ്റെ കലാമാണല്ലോ വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഖുർആൻ എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ്. അത് മാർക്ക് ചെയ്യാം. ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. അപ്പോൾ നബിചര്യ എന്താണ്? ഖുർആനിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് താബിഉകളും അവരിൽ നിന്ന് പിൽക്കാല മുഅ്മിനുകളും ദീൻ പഠിച്ചു. അതും പഠിക്കണം. ഇങ്ങനെ പരമ്പരാഗതമായാണ് വിശുദ്ധ ദീൻ നമ്മിലേക്ക് എത്തിച്ചേർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹ്. 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്. അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും, മറ്റൊന്ന് നബിചര്യയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീൻ പഠിച്ചവരാണല്ലോ സ്വഹാബാക്കൾ. അവർ അവരുടെ പിൻതലമുറക്കാർക്കും അവർ ശേഷമുള്ളവർക്കും ദീൻ പഠിപ്പിച്ചു കൊടുത്തു. മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു, അല്ലേ? അപ്പോൾ ആരാണ് നിയമങ്ങൾ ക്രോഡീകരിച്ചത്? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. എവിടെ നിന്ന്? ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും. എന്താണ് ക്രോഡീകരിച്ചത്? നിയമങ്ങൾ. അങ്ങനെ കർമ്മപരമായ ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി എന്നീ 4 മദ്ഹബുകളും വിശ്വാസപരമായ അശ്അരി, മാതുരീദി എന്നീ 2 ത്വരീഖത്തുകളും രൂപപ്പെട്ടു. അപ്പോൾ 4 മദ്ഹബ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി. പിന്നെ 2 ത്വരീഖത്തുണ്ട്. ഏതൊക്കെയാണ്? അശ്അരി, മാതുരീദി, അല്ലേ? ലോക മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും വിശ്വാസത്തിലും കർമ്മത്തിലും ഈ സരണികളെ പിൻപറ്റുന്നു. ഇടമുറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ഈ സരണികളാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ യഥാർത്ഥ രൂപം. കർമ്മശാസ്ത്രത്തിൽ 4 മദ്ഹബ്, വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തും പിൻപറ്റുന്നവർ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നും അല്ലാത്തവർ അഹ്ലു ബിദ്അ വദ്ദലാല എന്നും അറിയുന്നു. അപ്പോൾ ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബും വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തും പിൻപറ്റുന്നവരാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പോൾ ആരാണ് അഹ്ലു ബിദ്അ വദ്ദലാല? കർമ്മ ശാസ്ത്രത്തിലെ 4 മദ്ഹബും വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തും പിൻപറ്റാത്തവരാണ് ആര്? അഹ്ലുൽ ബിദ്അ വദ്ദലാല. കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഷാഫിഈ മദ്ഹബും അശ്അരി ത്വരീഖത്തും പിൻപറ്റുന്നവരാണ്. ഖുർആനും ഹദീസും തോന്നിയ പോലെ വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം തോന്നുന്നത് അത് നമ്മൾ പറയരുത്. എന്താണ് ശരിക്കുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണമെന്ന് നമ്മൾ പറയാൻ. എന്താണ്? സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് പോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്? സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചര്യയും സന്മാർഗികളായ ഖുലഫാഉകളുടെ ചര്യയും പിൻപറ്റണം. അവ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട്
കടിച്ചു പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബ, സച്ചരിതരായ മുൻഗാമികൾ എന്നിവരെ പിന്തുടർന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ഈ പാട്ടിൽ നമ്മൾ പഠിക്കുന്ന എന്തിനാണ്, ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. എത്ര മദ്ഹബുണ്ട്? 4. എന്താണ് മദ്ഹബിന് എങ്ങനെയാണ് നമ്മൾ പറയാ, എന്ത് മദ്ഹബാണ്? കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബ് അല്ലെ, കർമ്മശാസ്ത്രം. പിന്നെ വിശ്വാസപരമായുള്ള എത്ര ഉണ്ട്? ത്വരീഖത്ത് 2 അല്ലെ. ഏതൊക്കെയാണ്? അശഅരി, മാതുരീദി. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുക. തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത റസൂലിഹി, ആ ഒരു ഹദീസും നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 പാഠങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും റിവൈസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.